അതിജീവിതമൊക്കെ പോയി. അതിജീവിത കള്ളി അതിജീവിത ഓടേണ്ടി വരും. ഈ കള്ളിയൊക്കെ അതിജീവിത അങ്ങനെ കുറെ കള്ളക്കഥകൾ ഉണ്ടാക്കി നടക്കും. ഇതുപോലെ ഭയങ്കര ഇതുപോലെ കുറെ കള്ളക്കഥകളൊക്കെ ഉണ്ട്. കുറെ അവളുമാരും നമ്മളെ കുറിച്ചൊക്കെ ഇതുപോലെ ഉണ്ടാക്കിക്കൊണ്ട് നടക്കും. ഇതുപോലെ ഇങ്ങനെ കുറെ വാട്സപ്പും ഒക്കെ നമ്മളൊക്കെ കോപ്പി ചെയ്ത് വെച്ചുകൊണ്ട് കുറെ കള്ളന്മാരിങ്ങനെ ഒരു സുബ്രഹ്മണ്യനും ഒരു പ്രധാനമന്ത്രി സോമരാജനും ഇവരുടെ ഭാഷയൊക്കെ കേട്ടില്ലേ? എല്ലാം നമ്മൾ പിടിച്ചിട്ടിട്ടുണ്ട്. അത് ശരിക്കും ഇവന്മാരുടെ ഭാഷയൊക്കെ ഇവന്മാരാരാ നമ്മളെ കുറിച്ച് അത് ഇതും പറയാനും എന്നൊക്കെയാണോ നമ്മുടെ കാര്യം നോക്കാൻ ഇങ്ങനെയൊക്കെ പ്രധാനമന്ത്രി സോമരാജനും അതിന്റെ വീട്ടുകാരും സുബ്രഹ്മണ്യൻ എന്ന് പറയുന്നവനൊക്കെ ഇവിടുത്തെ കാര്യം നോക്കാൻ ഇവർക്ക് ആരാ നാട്ടുകാരൊക്കെ ഞങ്ങൾ ഏതാണ്ടൊക്കെ ചെയ്യുമെന്ന് എന്റെ മുക്കുമിയുടെ വന്ന ഞങ്ങളെ ഏതാണ്ടൊക്കെ ചെയ്ത് കളയുമെന്ന് ഈ വരത്തെ ചെയ്യാന് കോടതി ഇവനെയൊക്കെ വെറുതെ ജയിലിൽ കയറ്റുമെന്നെങ്കിൽ ഞങ്ങൾ ജയിലിൽ കയറ്റിക്കുവന്മാരെ പിന്നെ തൂക്കം എടുക്കത്തില്ല. മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടാൻ ഇവനൊക്കെ ആരെ എന്തൊരു അധികാരമുള്ളത്. ഹൈക്കോടതി പറഞ്ഞു എന്തോ ഇഷ്ടപ്രകാരം അവന്റെ കൂടെ പോയതിന് എന്തോ ബലാത്സംഗമാണ്. അതുപോലെ എന്തുവാ എന്റെ പാർട്ട്ണറെ തീരുമാനിച്ചു. ഇവനൊക്കെ ആരാ? ഇവനൊക്കെ എന്ത് വലിയ എന്തോ കോടതിയാ? മോറൽ പോലീസ്. എന്തോ പോലീസ്? മോറൽ പോലീസ്. ഇവനൊക്കെ മോറൽ പോലീസ് എന്താണെന്ന് വല്ല അറിയാം. ഇവനൊക്കെ പിടിച്ചു കെട്ടുമെന്നേതാണ് ഞങ്ങളെ ഇനി വരാൻ പറയട്ടെ. പിടിച്ചു കെട്ടാൻ ഇവനൊക്കെ ആരാ? പിടിച്ചു കെട്ടാന് നമ്മൾ കാണിച്ചു കൊടുക്കാം. അന്നേരം ഇവനൊക്കെ പിടിച്ചു കെട്ടാൻ ഈ വരട്ടെ. ഇവനെ അന്നേരമാണ് ഞങ്ങൾ കാണിച്ചു കൊടുക്കുന്നത് ഏത് നാട്ടുകാരാണെന്നുള്ളത്. നാട്ടുകാരുടെയൊക്കെ രോഗം ഞങ്ങൾ തീർത്തു കൊടുക്കും അന്നേരം. ഈ മേലില് പണ്ട് കുറെ കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. അതുപോലെ മുക്കുമിനെ ഇങ്ങനെ ഇതാക്കാൻ അവരുടെ ദൈവമായി പറഞ്ഞിട്ടാണ്. ഒരു മാമനുണ്ട് പ്രകാശ് എന്നാണ് അവന്റെ പേര്. അവൻ മൂത്തു കുടിയനാണ്. മുക്കുമിനോട് പറയും അവന് വേണ്ടി കള്ളു വാങ്ങിച്ചു വെക്കാന്നൊക്കെ. മുക്കു പോയില്ല. എന്നിട്ട് കഥയുണ്ടാക്കാൻ മുക്കും ഇവന്മാർ ഇങ്ങനെയാണ് മുക്കുമാണ് കള്ളു വാങ്ങിക്കുന്നതെന്ന് മനസ്സിലായില്ലേ? മുക്കു കുടിയനാണെന്നൊക്കെ വരുത്താൻ വേണ്ടിയിട്ട്. ഇത് ഭയങ്കര കഥകളാണ്. മുക്കുമിന്റെ അമ്മയും ഭയങ്കര കള്ളക്കഥകൾ ഉണ്ടാക്കാൻ തന്നെ വിളിക്കുകയാണ്. അവരിങ്ങനെ ഓരോരോ കള്ളക്കഥകൾ ഉണ്ടാക്കിയിരിക്കുകയാണ്. അച്ഛനും സിസ്റ്ററും എല്ലാം കൂടെ കള്ള കല്യാണ കഥകൾ മറ്റേ കഥകൾ കുറെ ഫേക്ക് സർട്ടിഫിക്കറ്റ്സ് ഉണ്ടാക്കുക ഇതെല്ലാം ഉണ്ട് ഇങ്ങനെ ഫേക്ക് സർട്ടിഫിക്കറ്റ്സ് ഉണ്ടാക്കുക ഞങ്ങളെ തമ്മിൽ പിരിക്കാൻ നോക്കുക. ഇങ്ങനെ ഭയങ്കര ഡ്രാമകളൊക്കെ അവിടെ നടക്കുന്നുണ്ട്. മുക്കുമിന്റെ അമ്മയാണ്. പക്ഷെ അഭിനയം മുഴുവൻ വേറെ ആരാണ്ടാവുന്നൊക്കെയുള്ള രീതിയിൽ അഭിനയിക്കുന്നത്. ഇതുപോലെ എന്റെ അമ്മയാണ് എന്റെ കൂടെ ഉള്ളത്. ഇവിടെ ഭയങ്കര അഭിനയങ്ങളാണ്. ഏതൊക്കെയോ അവന്മാരാണ് ഇവിടെ ഉള്ളതെന്നുള്ളത്. അങ്ങനെ കുറെ അഭിനയങ്ങളും കള്ളത്തരങ്ങളും നടക്കുക. വാട്സപ്പൊക്കെ കോപ്പി ചെയ്ത് കുറെ അവന്മാരും ഇങ്ങനെ നടക്കുക. ഒരു ജോലിയില്ല. ഞങ്ങളെ നോക്കിയിരിപ്പാ ജോലി. എന്നെയും മുക്കുമിനെ നോക്കിയിരിപ്പാ കുറെ അവന്മാർക്ക് ജോലി. തീർത്തു കൊടുക്കുക. അതിജീവത കുറെ കള്ളികൾ ഇതുപോലെ നടക്കുക. ഞാൻ പറഞ്ഞില്ലേ കുറെ കള്ളികൾ ഉണ്ടായിരുന്നു ഞങ്ങളവിടെ. ഇതുപോലെ കുറെ കള്ളികളും കള്ളന്മാരും ഇങ്ങനെ നടക്കുക. ഒരു ജോലിയില്ല. കുറെ കള്ളികളും കള്ളന്മാരും എല്ലാം എന്റെ ഇരിപ്പുണ്ട്. ഇതുപോലെ എല്ലാം കൊണ്ടുവന്ന് ഹൈക്കോടതിയിൽ കൊടുത്തു. ഞാൻ തോന്നിയാസം കാണിച്ചില്ല. കുറെ തോന്നിയാസം കാണിച്ചിട്ടുണ്ട്. ഇതെല്ലാം തെളിവുണ്ട്.
അങ്ങ് പരിമല ഹോസ്പിറ്റലിൽ നിന്നുള്ള കള്ളത്തെളിവുകളൊക്കെ എടുക്കാം. ആ ഡോക്ടർ തന്നെ പറഞ്ഞതാ കൊച്ചങ്ങ് വന്നാൽ മതി ഞാൻ തരാമെന്നുള്ളത്. കുരുവിള ആ ഡോക്ടറിന്റെ പേര്. കൊച്ചിനെ കുറിച്ച് പറഞ്ഞതെല്ലാം അങ്ങ് തരാമെന്ന്. അവിടെ കൊണ്ടുവന്ന് എന്ത് തോന്നിയ ഇട്ടതെന്നൊക്കെ ഉള്ളത് നമ്മൾ എടുപ്പിക്കാം. ബിജുപിയും ഏതവളൊക്കെ ഇതിന്റെ പുറകിൽ കളിച്ചെന്ന് വെച്ചാൽ അവളൊക്കെ ജയിലിൽ കിടക്കും. കൂടുതൽ ഡ്രാമ എടുക്കണ്ട അവന്. നമ്മളെ ശാന്തി എന്നൊക്കെ വിളിക്കുന്നുണ്ടല്ലോ, നിർത്തിക്കൊടുക്കും നമ്മൾ. നിർത്തിക്കരുത് ഇതൊക്കെ. രോഗം കുറച്ച് കൂടുതലായവന്മാർക്ക് ഭയങ്കര രോഗമായിട്ട് മാറിയിരിക്കുക. വിളിക്കുന്നുണ്ട് ഇവനാരോ നമ്മളെ ശാന്തി എന്ന് വിളിക്കാൻ. ഇവന്റെ തന്തയാണോ ഇതാക്കിയത്? എന്റെ വീടാ ഇത്. അല്ലാതെ കണ്ടവനൊന്നും ഉള്ള വീടല്ല ഇത്. ഇത് എന്റെ വീട്ടിലാണ് നിൽക്കുന്നത്. അല്ലാതെ കണ്ടടമൊന്നും നിരക്കേണ്ട കാര്യം എനിക്കില്ല. കണ്ടവന്മാരൊക്കെ കഥയുണ്ടാക്കല ജോലി. ഇതുപോലെ കുറെ കള്ളക്കളകള്, രാഹുൽ മാങ്കൂട്ടത്തിന്റെ കൂടെ കുറെ കള്ളക്കളകളൊക്കെ ഉണ്ടാക്കി അതിജീവത പോലും. എന്താ അതിജീവതയാ? കൂടെ പോയിട്ട് അതിജീവത. പിണറായി പിണറായി എല്ലാം കൂടെ നടത്തിയിരിക്കും. പിണറായി ഒക്കെ വന്നിരുന്നത് എന്താ വരുന്നത്? കുറെ ചാനലും എല്ലാം കൂടെ പാട്ടായിരുന്നു ഇതുപോലെ. വെറും കള്ളത്തരങ്ങളെല്ലാം പളച്ചു വിടുമായിരുന്നു. ഇങ്ങനെ ഒരു പണിയില്ലായിരുന്നു ഇവന്മാർക്ക്. എന്നിട്ട് ജയിക്കില്ല. അതിജീവത, പുതിയ പേര് അതിജീവത. പോയിട്ട് അതിജീവത പോയി. അതിജീവത കുറെ അമ്മമാരൊക്കെ ഉണ്ട്, കുറെ ഹോസ്പിറ്റലുകാരുണ്ട്. ഒരു 12 ജോസ്കോ അമ്മമാരുടെ കയ്യിലുണ്ട്. ഇങ്ങനെ മയക്കുന്ന സാധനം എല്ലാം വെച്ച് നടക്കുക ഇവന്മാര്. കുറെ ആനയെ മയക്കൊക്കെ ആയിട്ട് നടക്കുക. ആളുകൾക്ക് മയക്കുന്ന സാധനം എല്ലാം കൊടുത്തിട്ട് ഇങ്ങനെ കുത്തി വെക്കുക. മയക്കുന്ന സാധനം കലക്കി ജ്യൂസിനകത്തും അതിനകത്തൊക്കെ നമുക്ക് തരുന്ന വെള്ളത്തിനകത്തൊക്കെ ഇവന്മാരൊക്കെ ആരാ ആളുകൾക്ക് മയക്കുന്ന സാധനമൊക്കെ കൊടുക്കുക? നാട്ടുകാരാരാ? അല്ലെങ്കിൽ നാട്ടുകാരൊക്കെ അവരുടെ വീട്ടിലെ കാര്യം നോക്കിയാൽ മതി. കണ്ടവരുടെ വീട്ടിലെ കാര്യങ്ങളൊന്നും നോക്കണ്ടേ ഇവന്മാരൊന്നും. സമയബന്ധത്തിലെ കാര്യങ്ങളൊന്നും നോക്കാൻ നാട്ടുകാരൊന്നും വേണ്ട. കുറെ നാട്ടുകാരെന്ന് പറഞ്ഞ കുറെ SNDP കുറെ ഗൂണ്ടകള് കണ്ടില്ലേ? NSS പോയി. NSS മനസ്സിലായി എന്റെ കൂട്ടുകൂടാൻ ചെന്നതാ. NSS വലിച്ചു വെച്ച് ഓടിയിരുന്നായിരുന്നു. നല്ലതായി. അല്ലെ ഇവന്മാര് പലതിനകത്തും ഇവന്മാരെ കള്ളത്തരങ്ങള്, ഈരവജാതിയുടെ കള്ളത്തരങ്ങള്. 3 കള്ളന്മാരെ ഇവന്മാര്. ഇവന്മാർക്ക് എവിടെ നിൽക്കുന്ന പണം ഈരവജാതിക്ക്? എല്ലാം കുറെ കള്ളത്തരം, ഇതുപോലത്തെ കള്ളത്തരവും കമ്മട്ടമായിട്ട് നടക്കുക. വേറും അങ്ങേയൊക്കെ കള്ളന്മാര്. കള്ളനാളികൾ. കഥകളുണ്ടാക്കട്ടെ. കഥകളുമായിട്ട് ഉണ്ടാക്കി വരും. ഒരു വൃന്ദയെന്ന് പറയുന്നത് അവിടെ മോനും കൂടെ. അവിടെ മോൻ 19-20 വയറ്റിൽ കൂടുതൽ ഇല്ല. അവര് 19-20 വലിയ നടക്കവേ. വിചാരക്കഥ ഉണ്ടാക്കാനായിട്ട് നടക്കുകവേ. നമുക്ക് കണ്ടവരെയൊക്കെ ഫോണുമായിട്ട് വന്നില്ല. ഈ കൺസ്ട്രക്ഷനിൽ ഇരിക്കുന്നവന്റെ അപ്പനുണ്ടാക്കുന്ന വീട്ടിലോട്ട് കയറി നിൽക്കുക. നമ്മള് അമേരിക്കയിലേക്കൊക്കെ പോകുന്നുണ്ടെ അവന് ഞാൻ ബൈക്കും കൊണ്ട് പോകും. കാരണം നമ്മൾ പോകുന്നുണ്ടെങ്കിൽ അവനിവിടെ നിന്നാലേ ഫോണും കൊണ്ട്. പിന്നെ കറ്റ് ക്ലാസ് വരുന്ന കഥകൾ. ഇവിടെ നിന്ന് ആയിരിക്കും അവൻ എന്റെ ഇവിടെ വന്നിരിക്കുന്ന കഥകള് അവനുണ്ടാക്കുക. 19-20 വയസ്സല്ലാത്ത എമ്മാടി. എന്റെ പേര് ഐശ്വര്യത്ത്. അതിന് വേറെ പണിയൊന്നും ഇല്ല. ഇങ്ങനെ നടക്കുക. പിന്നെ AN29G1222 എന്ന് പറഞ്ഞൊരു എമ്മാടി. ഇവരും കൂടെ കയറി ഇരിപ്പായി. ഒരു വൃന്ദയെന്ന് പറയുന്ന ആളും കൂടെ കയറി ഇരുന്ന് നമ്മളെ കുറിച്ച് കഥയുണ്ടാക്കുക. നമ്മുടെ വാട്സപ്പും അല്ലാതെല്ലാം കോപ്പി ചെയ്ത് വെച്ചോട്ടെ ഇവരൊക്കെ രോഗം. നമ്മുടെ യൂട്യൂബിൽ നമ്മൾ ഇതിനകത്തുനിന്ന് അപ്ലോഡ് ചെയ്യുന്നൊന്നും അപ്ലോഡ് ആവത്തില്ല. 2GB ഇതാ നമ്മള് ഡാറ്റ പ്ലാന് പ്ലസ് ഈ വൈഫൈ. ഇവിടെ വൈഫൈ ഇപ്പോണ്ട്. പ്ലസ് വൈഫൈ അപ്ലോഡ് ആവത്തില്ല. വലിയ രോഗങ്ങളാ. ഇങ്ങനെ ഇരിക്കുക നമ്മളെ ഇത്. പിന്നെ നെറ്റ്വർക്ക് പ്രോബ്ലം ഉണ്ട്. അത് ഇൻജക്ട് ഇങ്ങനെ പല പല രോഗങ്ങളുമായിട്ട് ഇങ്ങനെ കുറെ കയറി ഇരിക്കും. ഒരു മോഹൻ സിംഗും കുറെ അമ്മാരും എല്ലാവരുടെ കുറെ അമ്മാര് കണ്ടിട്ടിരുന്നു. സോമരാജൻ എന്ന് പറയുന്നത് ചീത്തവിളി കേട്ടില്ലയോ? ഇവന്റെ വീട് അപ്പുറം ഇപ്പുറവും. ഇവരിങ്ങനെ എല്ലാം മറച്ചു വെച്ചിട്ട് നമ്മുടെ വീടിന്റെ മുന്നിൽ കൊണ്ടുവന്ന് കൂട്ടി വെക്കുന്നവൻ. അത് ഡ്രാമ എന്തോ. ആ സമയത്ത് നിന്നിട്ട് എന്റെ ക്യാമറ ഓഫ് ആക്കുന്നു. പല പല രോഗങ്ങളാ. ആ സമയത്ത് ക്യാമറ ഓഫ് ആക്കുക. തന്ത ഉണ്ടാക്കിയ ക്യാമറയാണ് ഇതെന്റത്. സോമരാജന് തന്ത ഉണ്ടാക്കിയതല്ലേ ക്യാമറ? ഞാൻ വാങ്ങിച്ചു വെച്ചിരിക്കുന്ന ക്യാമറ. ഇത് എന്റെ വീട്ടിലെ ക്യാമറയാ. തോന്നിയാസം കാണിക്കുന്നത് ഇവന്റെ അപ്പുറം ഇപ്പുറം. എന്റെ അച്ഛന് 9 സെന്റിനകത്ത് ഇതാക്കി 3 സൈഡും മുള്ളുവേലി ഇട്ടായിരുന്നു പണ്ട്. പിന്നെ ഞങ്ങൾ ഈ 17 സെന്റ്. എന്റെ അച്ഛനൊക്കെ മരിച്ചു കഴിഞ്ഞാൽ 10-17 സെന്റ് ഞങ്ങൾക്ക് കിട്ടുന്നത്. പിന്നെ എന്റെ അച്ഛനെ എന്റെ സഹദേവൻ എന്ന് പറയുന്നല്ലോ, അങ്ങേ ശബ്ദം നമ്മൾ കാണാൻ പോലും കയറിയവരല്ലോ ഈ സോമരാജൻ എന്ന് പറയുന്നവൻ. തേർഡ് റേറ്റ് ബാസ്കറ്റ് ആക്ച്വലി. അപ്പൊ അവന്റെ ഭാഷ കേട്ടില്ലായിരുന്നു. അവന്റെ ഭാഷ ഞാൻ പിടിച്ചിട്ടുണ്ടോ? അവന്റെ ഭാഷ അതെന്റെ പ്രാന്ത് മൂത്ത്. പ്രാന്ത് പറയുന്നത് കേട്ടില്ലയോ? എന്റെ പ്രാന്ത് കേട്ടില്ലയോ? ഒരു പ്രാന്തനം കണ്ട്. ഡ്രാമ എന്റെ കേൾക്കട്ടോ അവന്റെ ഡ്രാമയൊന്നും.